ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ എല്ലാവർക്കും ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. സോ നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി നമുക്കൊരു കൺസോൾട്ടേഷൻ റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അതിന് അനുസരിച്ചായിരുന്നു FIDA ഡാറ്റയൊക്കെ നമുക്കുണ്ടായത്. ആൻഡ് അതോടൊപ്പം OA അനാലിസിസും അതിനൊന്ന് സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ 22,500 ആൻഡ് 47,000 ആണ് നമ്മൾ സ്ട്രാഡിൽ കുറച്ചും കൂടി ഫോർമേഷൻ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് 47,000 ആയിരുന്നു. ബട്ട് കുറച്ചും കൂടി ഹൈ ലെവലിലാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്തത്. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഗ്യാപ്പ് അപ്പിലായിരുന്നു ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിന്ന് രാവിലെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ നമ്മൾ ഇത് ചെയ്തായിരുന്നു. മാർക്കറ്റിൽ നിന്ന് കൺസൾട്ടേഷൻ ആവാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് ടെലിഗ്രാം ചാനലിൽ കാണാം. രാവിലെ തന്നെ നമ്മൾ കൺസൾട്ടേഷൻ ആകും, അതോടൊപ്പം സ്ട്രാഡിലിൻ്റെ സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ടെലിഗ്രാം ചാനലിലൊക്കെ രാവിലെ തന്നെ പറഞ്ഞു പോയത്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ലെവൽസൊക്കെ വാച്ച് ചെയ്യാൻ പറഞ്ഞിരുന്നു. ആ കറക്റ്റ് ലെവലിലായിരുന്നു ബാങ്ക് നിഫ്റ്റി ശരിക്കും റെസിസ്റ്റൻസ് എടുത്തത്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ലെവലൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നിഫ്റ്റിക്കാണെങ്കിൽ OAയുടെ ഇൻക്രീസും OAയുടെ സ്ട്രാഡിൽ ഫോർമേഷനൊക്കെ നമ്മൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മളിന്ന് ലാസ്റ്റ് നോക്കുമ്പോൾ ഇന്നത്തെ ഒരു ഡെയിലി OA ചാർട്ടിൽ നമുക്ക് എന്താ ഒരു നെഗറ്റീവ് ഇൻഡിക്കേഷൻ ഉണ്ട്. ഓൾറെഡി നമ്മളത് ചാനലിൽ ടെലിഗ്രാം ചാനലിൽ നമ്മളത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്നൊന്ന് നോക്കാം. എങ്ങനെയാണ് നമുക്കിനി ബാക്കിയുള്ള FIDA ഡാറ്റ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ക്വിക്കായിട്ട് നമുക്ക് ഇൻട്രാഡേ അനാലിസിസ് നടത്താം. ഇൻട്രാഡേ അനാലിസിസ് നടത്താനൊന്നുമില്ല. ഫസ്റ്റ് ക്യാൻഡിലിൽ തന്നെയായിരുന്നു മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഇന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരു സ്ലൈറ്റ്ലി ഒരു ബിയറിഷ് ബയാസ് ആയിരുന്നു എന്ന് മാത്രം. ഇത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റിക്ക് ഉണ്ടായത്, കൺസോൾട്ടേഷൻ ആയിരുന്നു. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കിയാലും ഏകദേശം ആ ലെവലിലൊക്കെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും ട്രേഡ് ചെയ്തേക്കുന്നത്. ബാങ്ക് നിഫ്റ്റിക്കും ഒരു ഡേ ഹൈ ചാനലിൻ്റെ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഇറ്റ് സെൽഫിൽ തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയും ട്രേഡ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റത്തെ ഒരു 3 o'clock ശേഷം ബാങ്ക് നിഫ്റ്റി ഒരു സപ്ലൈ സോണിലേക്ക് വന്നു. ബട്ട് അവിടെയും നമുക്കെന്താ ഒരു ക്ലിയർ ബ്രേക്കൗട്ടൊന്നുമില്ല. കംപ്ലീറ്റ്ലി കൺസോൾട്ടേറ്റ് ആയിട്ട് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും അവസാനിക്കുന്നത്. ഇനി നമുക്ക് FIDA ഡാറ്റ OA അനാലിസിസ് ഒന്ന് നോക്കാം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് 47,000 സ്ട്രാഡിൽ. ബട്ട് ഇന്ന് കുറച്ചും കൂടി കൺസോൾട്ടേഷൻ വന്നേക്കുന്നത് മേളിലായിരുന്നെന്ന് മാത്രം. 47,000 ഡെഫിനറ്റ്ലി കൺസോൾട്ടേഷൻ 47,500 എന്തായാലും മൂവ് ആയിട്ടുണ്ടാവും. ബട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ഒരു OA ചാർട്ടൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ OA വീക്കിലി OA ആണ്. കറണ്ട് വീക്കിൽ നെക്സ്റ്റ് വീക്ക് ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ കാണുമ്പോൾ 22,500 നല്ല സ്ട്രാഡിൽ ഫോർമേഷൻ തന്നെയുണ്ട്. നമ്മൾ രാവിലെ മെസ്സേജ് എടുത്തു 22,600 എന്താ പറയുക നല്ലൊരു കോൾ പുട്ട് റൈറ്റിംഗ് വരുന്നുണ്ടെന്ന് അല്ലേ. നമ്മളത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 22,600 ഒരു പുട്ട് റൈറ്റിംഗ് വരുന്നുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ അത് നോക്കൂ, ഇപ്പോൾ നമുക്ക് 22,600 എന്താ പുട്ട് റൈറ്റിംഗ് കുറഞ്ഞ് വന്നിട്ടുണ്ട്. അവിടെ അത്രയും ഉള്ള പുട്ട് റൈറ്റിംഗ് വന്നിട്ടില്ല, അവിടെ കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ബിയറിഷ് ആയിട്ടെന്ന് ഉണ്ട് എന്ന് നമുക്ക് അവിടെ കാണാം. ബട്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും എന്താ ഒരു കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് ഒക്കെ മിക്ക സ്ട്രൈക്കിലും, അതായത് 22,400 സ്ട്രൈക്കിൽ വരുന്നുണ്ട്, 22,300 സ്ട്രൈക്കിൽ വരുന്നുണ്ട്. കുറച്ച് കോള് അവിടെ വരുമ്പോഴത്തേക്കും പുട്ടാണ് മോർ റൈറ്റിംഗ് ആയിട്ട് വരുന്നത്. കോള് കുറച്ച് കുറവായിട്ട് തന്നെ നിൽക്കുന്നത്. എങ്ങനെ വന്നാലും ആ റേഞ്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട റേഞ്ചാണ്. അപ്പോൾ OA വെച്ച് നോക്കുമ്പോൾ കറൻ്റ്ലി നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ പറയാൻ പറ്റുന്നത് 22,500 സ്ട്രാഡിലുണ്ട്. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ലോങ് റെസിസ്റ്റൻസ് എവിടെയില്ല. ലോങ് റെസിസ്റ്റൻസിൻ്റെ വീക്ക്നെസ് അവിടെ കാണാം. 22,500 മേളിൽ ലോങ് റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോഴും മാർക്കറ്റ് ഹോൾഡ് ചെയ്തിട്ടില്ല. ആൻഡ് ലോങ് സപ്പോർട്ടായിട്ട് നമുക്ക് വലിയൊരു ഹ്യൂജ് സപ്പോർട്ടൊന്നും പറയാനുമില്ല. ബട്ട് 22,300 ഡെഫിനറ്റ്ലി നല്ലൊരു സപ്പോർട്ട്, ഇനീഷ്യലി നല്ലൊരു സപ്പോർട്ടായിട്ട് കാണാം. അപ്പോൾ 22,500 എന്ന ലെവൽ ശ്രദ്ധിക്കുക. 22,500 ഇപ്പോൾ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ആവുന്നത്. അപ്പോൾ നാളെ നമുക്ക് അവിടെ ഒരു ഒരു ഹൈയോ ലോയൊക്കെ വന്നാൽ, അതായത് മാർക്കറ്റ് ഗ്യാപ്പപ്പോ
ഗ്യാപ്പ് ഡൗൺ ഒക്കെ വന്നാൽ ആ റേഞ്ച് ഒന്ന് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 22,500 തന്നെ നമുക്ക് കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് വരുന്നുണ്ട്. 22,400 കുറച്ചും കൂടി നല്ലൊരു സപ്പോർട്ട് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് 22,300 ലെവലാണ്. അപ്പോൾ ആ 300 ലെവൽ നോക്കുക. 300 ലെവലിൽ നിന്നാണ് മാർക്കറ്റിന് ഒരു പുൾ ബാക്ക് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞത് 22,500 to 22,300 ലെവൽസിലാണ് കൺസോൾഡേറ്റ് ആവാനുള്ള ചാൻസ് എന്നാണ്. ആൻഡ് 22,400 ഇപ്പോൾ റെസിസ്റ്റൻസ് മാറി കുറച്ചും കൂടി നല്ലൊരു സപ്പോർട്ടായിട്ടുണ്ട്. ബട്ട് നമ്മൾ ലൈറ്റ് സപ്പോർട്ടാണ് അവിടെ വെക്കുന്നത്. ബിക്കോസ് അവിടെ സപ്പോർട്ട് സ്ട്രോങ് അല്ല. അതായത് 22,300 അത്രയും 22,400 പുട്ട് റൈറ്റിംഗ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് നോക്കുമ്പോൾ അങ്ങനെയാണ്. ആൻഡ് എവേ സ്ട്രൈക്കിൽ 22,600 മാത്രമാണ് ഒരു മീൻസ് ഒരു കുറച്ചും കൂടി നല്ല രീതിയിലുള്ള കോൾ കോൾ റൈറ്റിംഗ് വന്നിട്ടുള്ളൂ. ആൻഡ് ബാക്കിയെല്ലാം ഏകദേശം പിന്നെ പോകുന്തോറും നമുക്ക് കോൾ റൈറ്റിംഗ് കുറഞ്ഞു വരുന്നുണ്ട്. ആൻഡ് ആ ലെവൽസ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 22,500 സ്ട്രാഡൽ ഫോർമേഷൻ വരുമ്പോൾ തന്നെ 22,600 650 ഒക്കെ റേഞ്ച് നമുക്ക് കിട്ടും. താഴെയാണെങ്കിൽ 400 to 350 റേഞ്ച് അവിടെയും താഴെയും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കേണ്ട ലെവൽ എന്ന് പറയുന്നത് 22,300 to 22,550 ലെവലാണ്. മീൻസ് നിയർ ടു ഓൾ ടൈം ഹൈ ലെവലാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ലെവൽ. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഇന്ന് നല്ല കൺസോൾട്ടേഷൻ ആയിരുന്നു. OI വെച്ചിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് എവിടെയാണ് മാക്സിമം കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് ഉണ്ടെന്ന് നോക്കാം. മീൻസ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് സ്ട്രാഡിലാണ്. അപ്പോൾ സ്ട്രാഡിൽ നോക്കാൻ നേരത്ത് 47,500 നല്ല സ്ട്രാഡിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് 47,000 സ്ട്രാഡിൽ ഉണ്ടായതെന്നാണ്. ഇപ്പോൾ 47,500 വന്നിട്ടുണ്ട്. സെയിം കുറച്ചും കൂടി അപ്പർ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. 47,600 വന്നിട്ടുണ്ട്. ആൻഡ് ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി എന്താ പറയുക നമുക്ക് ഒരു കൺസോൾഡേറ്റ് ആവാനുള്ള ചാൻസ് വീണ്ടും വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിക്കും മിക്ക സ്ട്രൈക്കിലും മേളിലേക്ക് പോകുന്തോറും ഏകദേശം നമ്മൾ 47,600 ആൻഡ് 800 47,000 വരെയും കോൾ റൈറ്റിങ്ങിൻ്റെ ഒരു ഹാഫ് ക്വാണ്ടിറ്റിയിൽ പുട്ട് റൈറ്റിങ്ങും കയറി വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ വന്നാലും ഈവൻ ഈ ഒരു റേഞ്ച് 47,000 to 47 to 48 റേഞ്ച്, ഈ ഒരു 1000 പോയിൻറ്റിൻ്റെ റേഞ്ച് നമ്മൾ കൺസോൾഡേറ്റ് ആവാൻ ചാൻസ് ഉള്ള റേഞ്ചാണ്. അപ്പോൾ ആ റേഞ്ച് വരുമ്പോൾ ശ്രദ്ധിക്കണം. നമുക്കൊന്ന് അനാലിസിസിൻ്റെ ഒരു ഇതും കൂടി എടുത്ത് നോക്കാം. നമുക്ക് 47,500 ഇപ്പോൾ നമുക്കൊരു സ്ട്രാഡൽ ഫോർമേഷൻ ഉള്ളത്. നമ്മൾ ഫസ്റ്റ് സ്ട്രാഡൽ ഫോർമേഷൻ അവിടെ വെക്കാം. ആൻഡ് അത് യെല്ലോ ഇതിൽ വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് സ്ട്രാഡൽ ഫോർമേഷൻ ഉണ്ട്. ഇനി നമുക്ക് നല്ല സപ്പോർട്ട് റീജിയൻ അവിടെ നോക്കാം. സപ്പോർട്ട് റീജിയൻ വരുന്നത് നല്ല സപ്പോർട്ട് 47 ആൻഡ് കറണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 48 ആണ്. അപ്പോൾ ആ ഒരു 48 നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. 48 സ്റ്റിൽ ഒരു കോളിൻ്റെ ഒപ്പം തന്നെ പുട്ട് റൈറ്റിങ്ങും ഉണ്ടെന്ന് കാണുക. ഇവിടെ നമുക്ക് പുട്ട് റൈറ്റിംഗ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 10 lakh 24 lakh ആണ് കോൾ റൈറ്റിംഗ് ഉണ്ട്. 10 lakh മീൻസ് അവിടെ പുട്ട് റൈറ്റിംഗ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെയാണെങ്കിൽ 7 lakh കോൾ റൈറ്റിങ്ങും 23 lakh മീൻസ് അവിടെ 10 lakh വന്നിട്ടില്ല. ഓൾമോസ്റ്റ് 1000 പോയിൻ്റ് അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിലും എന്താ പറയുക അവിടെ നമുക്ക് കൺസോൾഡേറ്റ് ആവാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവിടെയും നമുക്ക് പുട്ട് റൈറ്റിംഗ് ഉള്ളതുകൊണ്ട് അവിടെ നമുക്കൊരു പുട്ടിൻ്റെ ഒരു ഇതും കൂടി നമ്മൾ അവിടെ അടയാളപ്പെടുത്തുകയാണ്, ഒരു മാർക്ക് ചെയ്ത് വെക്കുകയാണ്. 47,500 സ്ട്രാഡിൽ ഫോർമേഷൻ ആൻഡ് 47,000 നമുക്ക് സ്ട്രാഡിൽ വിത്ത് സപ്പോർട്ടാണ് അല്ലേ. മീൻസ് 47,000 നമുക്ക് അറിഞ്ഞ മാതിരി സ്ട്രാഡിലിൻ്റെ ഒരു സപ്പോർട്ടാണ് നമുക്കിപ്പോൾ കുറച്ചും കൂടി ഹ്യൂജ് ആയിട്ട് സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഗ്രീൻ കയറ്റി വെക്കാം. സപ്പോർട്ടാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അതാണ്. അപ്പോൾ ഒരു ഓവറോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്ക് 48 to 47,500 സ്ട്രാഡിൽ പ്ലസ് 47,000 സപ്പോർട്ട് വിത്ത് ഒരു ചെറിയ സ്ട്രാഡിൽ ഫോർമേഷൻ. ഇനി ഈ ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് കൺസോൾട്ടേഷൻ കാര്യങ്ങൾ, അതല്ലെങ്കിൽ ആ റേഞ്ച് എങ്ങനെയാണ് ബ്രേക്ക് ആവുക എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു OI അനാലിസിസിൽ ഒന്ന് പറയുന്നത്. നമുക്ക് മിക്ക സ്ട്രൈക്കിലും കോൾ ആൻഡ് പുട്ട് ഈക്വലി ബിൽഡിംഗ് ആണ് മീൻസ് ഈക്വലി എന്നുദ്ദേശിക്കാൻ കാരണം താഴേക്ക് വരുമ്പോൾ നമുക്ക് പുട്ടാണ് അധികം വരുന്നത്. സെയിം ലെവലിൽ കോൾ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. മേളിലേക്ക് പോകുമ്പോൾ നമുക്ക് കോൾ റൈറ്റിംഗ് ആണെങ്കിൽ അവിടെയും പുട്ട് റൈറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഈക്വൽനെസ്സാണ് നമ്മൾ പറഞ്ഞത്.
അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. കോൾ ആൻഡ് പുട്ട് റൈറ്റിങ്ങിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട ലെവൽസ് ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് FIDA ഡാറ്റ ഒന്ന് നോക്കാം. ഇവിടെയാണ് FIDA ഡാറ്റയിലാണ് നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് അടയാളപ്പെടുത്താനുള്ളത്. FIS സ്റ്റിൽ എന്താ പറയുക, അവർ നെഗറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നെറ്റിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് കാണാൻ കഴിയുമെങ്കിലും അവർ ലോങ്ങിലേക്ക് മീൻസ് മാർക്കറ്റ് ഒന്ന് മേളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ മേളിലേക്കുള്ള ഒരു കോൾ ലോങ്ങിലേക്ക് അവർ പോയിട്ടില്ല. ആൻഡ് ബട്ട് അവർ പുട്ട് റൈറ്റിംഗ് അവിടെ സ്റ്റിൽ അവർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ നെഗറ്റീവ് ആണ്. അവർ ലോങ്ങിലേക്ക് പോയിട്ടില്ല, അവർ ലോങ്ങിലേക്ക് പുട്ടിനെയും വിട്ടിട്ടില്ല എന്നുള്ള കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ഇന്ന് നമുക്ക് മാർക്കറ്റ് മേളിൽ കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സും ബിൽഡ് ചെയ്തിട്ടില്ല. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് FIS ഡൗൺ ആയിട്ട് തന്നെ നിൽക്കുന്നത്. സ്ലൈറ്റ്ലി ബൈയിങ് ആണ്, ജസ്റ്റ് 2000. അതൊരിക്കലും നമുക്ക് നല്ലൊരു അപ്പ് മൂവിലേക്കുള്ള കാര്യങ്ങൾ അവിടെയും ഉണ്ടായിട്ടില്ല. ആൻഡ് ഇവിടെ നോക്കാം, ഇൻഡെക്സ് ഓപ്ഷൻസിൽ നോക്കാം. ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ നെഗറ്റീവാണ്. ബട്ട് നെഗറ്റിവിറ്റി കുറഞ്ഞിട്ടുണ്ട്, ഡെഫിനറ്റ്ലി ഓക്കെ. ബട്ട് അവിടെയും കോള് മേളിലേക്ക് പോയിട്ടില്ല, സ്റ്റിൽ അവർ നെഗറ്റീവായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ആൻഡ് സെല്ലിങ് സെയിം ആയിട്ട് തന്നെ തുടരുന്നുണ്ട്. ഫ്യൂച്ചേഴ്സ് OI സെല്ലിങ് അവർ സെയിം ആയിട്ട് തുടരുന്നുണ്ട്. സ്റ്റിൽ -21,000 അടുത്ത് ഇന്ന് സെൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് FISൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഇനി നമുക്ക് പ്രോ നോക്കാം. പ്രോ കുറച്ചൊന്ന് പോസിറ്റീവായിട്ടുണ്ട്. കോൾ ലോങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കാണാം. ആൻഡ് ഫ്യൂച്ചേഴ്സിൽ നമുക്ക് കുറച്ചൊന്ന് ബുള്ളിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഫ്യൂച്ചേഴ്സിൽ അവർ ബൈ സൈഡ് വന്നിട്ടുണ്ട്. ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ ബുള്ളിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇൻഡെക്സ് ഓപ്ഷൻസിലും പ്രോ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ബട്ട് നോക്കേണ്ട വേറൊരു പോയിൻ്റ്, ബിൽഡിങ് വന്നിട്ടുണ്ടെങ്കിലും സ്ലൈറ്റ്ലിയാണ്. നമ്മൾ ഒരു ലാർജ് എമൗണ്ട് ഒന്നും വന്നിട്ടില്ല, വളരെ കുറച്ച് മാത്രമാണ് ആ ഒരു ലോങ് വന്നിട്ടുള്ളൂ. സെല്ലിങ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുമുണ്ട്. ലാസ്റ്റ് ഡേയിൻ്റെ അത്രയും ഉള്ള സെല്ലിങ് ഇന്ന് വന്നിട്ടില്ല, -5,000 ആണ്. ബട്ട് ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് ലോങ്ങിലേക്ക് അപ്പോഴും സ്റ്റിൽ FISൻ്റെ OA ഫ്യൂച്ചേഴ്സ് പോയിട്ടില്ല. പ്രോയിൻ്റെ OA ഫ്യൂച്ചേഴ്സ് ലോങ്ങിലേക്ക് പോയിട്ടില്ല. ഇവിടെ നമുക്ക് ലോങ്ങിലേക്കുള്ള കോള് ജസ്റ്റ് കുറച്ചൊന്ന് മാത്രമേ ബിൽഡ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഏകദേശം അതിനനുസരിച്ച് നമുക്ക് പുട്ട് റൈറ്റിങ്ങും കാണാനും കഴിയുന്നില്ല. അപ്പോൾ മീൻസ് ഈക്വലി ആ ഒരു ബുള്ളിഷ് ടു ഒരു സൈഡ് വേസ് മാർക്കറ്റിലേക്കാണ് പ്രോയിനെ കാണുന്നത് എന്ന് കാണാം. ഒരു അൾട്ടിമേറ്റ്ലി നല്ലൊരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് പ്രോയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടില്ല, നമുക്ക് നല്ല രീതിയിലുള്ള ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ കൺസോൾട്ടേറ്റ് ആവുന്ന സമയത്ത് ഇവിടെയൊക്കെ നമുക്ക് ഒരു ന്യൂട്രൽ വൈസാണ് കാണുന്നത്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗൺ ആയി, ഇവിടെ നല്ലൊരു രീതിയിലുള്ള കോൾ ബിൽഡിങ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വൺസ് സപ്പോർട്ട് എടുത്തു മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത് കാണാം. ആൻഡ് വൺസ് ഇത് ബ്രേക്ക് ചെയ്തിട്ടും FISൻ്റെ ഒരു പോസിറ്റീവ് ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷമാണ് മാർക്കറ്റ് പിന്നെയും നമുക്ക് റൈസായി വന്നത്. ആൻഡ് FISനെയും DISനെയും ഏകദേശം ഒരേ ലെവലിൽ, അതായത് FIS പോസിറ്റീവ് ആകുമ്പോൾ DIS ഓൾമോസ്റ്റ് നെഗറ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ബട്ട് അവരുടെ എത്ര കണ്ട് അവർ പോസിറ്റീവ് ആകുന്നു എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കാൻ നോക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് FIS ആൻഡ് DIS, അതായത് പ്രോ കുറച്ച് പോസിറ്റീവാണ്. ബട്ട് അത്രയും പോസിറ്റിവിറ്റി DISന്, FISന് ഇല്ല. FIS ഒരു ന്യൂട്രൽ ടു നെഗറ്റീവും, DIS ആണെങ്കിൽ ന്യൂട്രൽ ടു പോസിറ്റീവാണ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ക്യാഷ് മാർക്കറ്റിൽ വലിയ സെല്ലിംഗ് ഒന്നും നടത്തിയിട്ടില്ല, സ്റ്റിൽ ഒരു -500 മാത്രമേ. ബട്ട് അതോടൊപ്പം തന്നെ DISന് നല്ല ബൈയിങ് വന്നിട്ടുണ്ട്, 2200. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ നോക്കാൻ നേരത്ത് കൺസോൾട്ടേഷൻ മാർക്കറ്റിലേക്ക് തന്നെയാണ് വീണ്ടും നമുക്ക് FIDA ഡാറ്റ ഒന്ന് സൂചിപ്പിക്കുന്നത്. വിത്ത് OA അനാലിസിസും നമുക്ക് അതൊക്കെ തന്നെ സൂചന നൽകുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് 4 hour ടൈം ഫ്രെയിമിൽ നിഫ്റ്റീനെ ഒന്ന് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് FIDA ഡാറ്റയിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ റേഞ്ചാണ് കിട്ടിയത്. ആൻഡ് ഇതിൽ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഇവിടെ നമുക്ക് കാണാം, ഇതൊരു നല്ല കൺസോൾട്ടേഷൻ റേഞ്ച് ആയിരുന്നു അല്ലേ. 22,300 to 22,500 ലെവൽ സെയിം ആ കൺസോൾട്ടേഷൻ റേഞ്ചിലേക്കാണ് വരുന്നത്.
ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ലെവലിലേക്ക് കയറി ഇവിടെ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുന്നത് കാണാം. വൺസ് ഇവിടെ നമുക്ക് ബ്രേക്ക് തന്നതിന് ശേഷമാണ് മാർക്കറ്റ് പിന്നെയും ഒന്ന് ഫാൾ ആയത്. അപ്പോൾ ഇനി മാർക്കറ്റ് ആ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് ഇനിയും കൺസോൾട്ടേഷൻ പ്രതീക്ഷിക്കാം. അതാണ് എൻ്റെ ഒരു ലെവൽസ് മീൻസ് എൻ്റെ ഒരു വ്യൂ വെച്ചിട്ട് എനിക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ലെവൽ നോക്കുക, 22,500 എന്ന ലെവൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക. അവിടെ നമുക്ക് നല്ലൊരു ബ്രേക്കൗട്ട് ഇവിടെ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് അതിന് നമുക്കൊരു കണ്ടിന്യൂവേഷൻ ക്യാൻഡിലും കൂടി ഒരു 4 hour ടൈം ഫ്രെയിമിൽ കിട്ടിയാൽ മാർക്കറ്റ് മേ ബി പിന്നെയും നമുക്ക് നല്ലൊരു റാലി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കൂടെ നമുക്ക് FIDA ഡാറ്റയും കൂടി ഒന്ന് നോക്കാനുണ്ട്. ആൻഡ് ബാങ്ക് നിഫ്റ്റി നോക്കിയാലും ബാങ്ക് നിഫ്റ്റിയും നല്ലൊരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ്. ബാങ്ക് നിഫ്റ്റിയും ബാക്ക് ടു ആ ലെവലിൽ തന്നെയാണ്. ഇവിടെ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക് ഒരു നല്ല ടൈറ്റ് കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നത്. അതായത് 47,500 ഒരു പ്ലസ് ലെവലല്ലേ, 47 ഐ തിങ്ക് 47,800 to 47,300 ലെവൽ ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. യെസ്, 47,200 to 47,800 ആ ലെവൽ, 47,200 to 47,800 ലെവലാണ് മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു. ആൻഡ് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് ഹൈ തന്നു. ഇവിടെ നമുക്കൊരു ഫേക്ക് ഔട്ട് തന്നിട്ടാണ് പിന്നെ ഇവിടെ നമുക്ക് ഒരു ഹൈ തന്നു. പിന്നെ അവിടെ നമുക്ക് കണ്ടിന്യൂഷൻ ക്യാൻഡിൽ ഇല്ല, അത് കഴിഞ്ഞ് ത്രൂ ഔട്ട് ഫാളിംഗ് ആയിരുന്നു. അപ്പോൾ വീണ്ടും ആ ലെവലിൽ മാർക്കറ്റ് എന്താക്കുന്നു, മാർക്കറ്റ് വീണ്ടും ആ ഒരു ലെവലിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ലെവലിലെ കൺസോൾട്ടേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം മാത്രം നല്ലൊരു മീൻസ് ഒരു കോൾ മീൻസ് ബുൾ കോൾ സ്പ്രെഡോ അതിനുശേഷം മാത്രം ഒരു ബുൾ കോൾ സ്പ്രെഡിൽ എന്തെങ്കിലും കയറിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആൻഡ് കുറച്ചൊന്ന് നെഗറ്റിവിറ്റി ആണ് നമുക്ക് കുറച്ച് നമ്മൾ OA ഒക്കെ നോക്കാൻ നേരത്ത് ഒരു നെഗറ്റിവിറ്റി അവിടെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ഫ്യൂച്ചേഴ്സ് ഓയിൽ നമ്മൾ ചാനലിലൂടെയും പറഞ്ഞായിരുന്നു, കുറച്ചൊന്ന് സെല്ലിങ് ഫ്യൂച്ചേഴ്സ് ഓയിലൊക്കെ വരുന്നുണ്ട്. മീൻസ് അവിടെ നല്ലൊരു ബിൽഡിങ് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ് നമുക്ക് ആ കൺസോൾട്ടേഷൻ റേഞ്ച് വരുമ്പോൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്നുള്ളത്. ഇനി നമുക്ക് ഒന്ന് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഒന്ന് നോക്കാം. മിഡ് ക്യാപ്പ് ഈക്വലി നമ്മൾക്ക് എന്താ ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഒരു മീൻസ് ഇവിടെ നമുക്കൊരു ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ ക്യാൻഡിൽ പോലെയും കൂടി വന്നിട്ടുണ്ട്. എനിവേ ഇവിടെ നമുക്കൊരു റീടെസ്റ്റിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക, അതായിരിക്കും നല്ലത്. ആൻഡ് അവിടെ നിന്നുള്ളൊരു പുൾ ബാക്കിന് വേണ്ടി നോക്കുന്നതായിരിക്കും മിഡ് ക്യാപ്പ് നിഫ്റ്റിയിലും നല്ലത്. അതായത് നമുക്ക് നല്ല സ്റ്റോക്കിൽ വന്നാൽ ഇനി ഒരു ചെറിയൊരു ഫോൾ വന്നാൽ ഇവിടെ മിഡ് ക്യാപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സ്റ്റോക്ക് നമുക്ക് വാങ്ങാൻ കഴിയും. ജസ്റ്റ് 4 hour ഒന്ന് ടൈം ഫ്രെയിമിൽ ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഇനി അതല്ല ഇവിടെ നമുക്ക് നല്ല ബ്രേക്ക് ഔട്ടാണ് തരുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇവിടെ നമുക്ക് നല്ലൊരു ഹൈ ലോ കയറി പോകുന്നുണ്ട്. ബട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും മാർക്കറ്റിൻ്റെ ഇവിടെ നമുക്ക് ഫോം ചെയ്യുന്നത് കാണാം. കുറേ ഇൻഡിസിഷൻ ക്യാൻഡിലും ഒരു നല്ലൊരു ഗുഡ് ക്യാൻഡിൽ ഇവിടുത്തെ അനുസരിച്ചുള്ള നല്ലൊരു ഗുഡ് ക്യാൻഡിൽ നമുക്ക് ക്രോസിങ് കിട്ടിയിട്ടില്ല. ആൻഡ് അതോടൊപ്പം തന്നെ ഇൻഡിസിഷനാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഉള്ളതും. അപ്പോൾ അതുകൊണ്ട് മാത്രം മീൻസ് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഒരു നിങ്ങളുടെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ നേരത്ത് മാക്സിമം മിഡ് ക്യാപ്പ് ആയിരിക്കുമല്ലോ, അപ്പോൾ മിഡ് ക്യാപ്പ് ഹോൾഡ് ചെയ്യാൻ നേരത്ത് ആ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടി നമുക്ക് വരുന്ന ഒരു 5th April നമുക്ക് RBIയുടെ ഇവൻ്റ് ഉണ്ട്. അപ്പോൾ RBI ഇവൻറ്റിന് ഒരു കുറച്ച് ദിവസം മുമ്പ് മാർക്കറ്റ് എന്തായാലും കൺസോൾട്ടേഷൻ ഇതുപോലെ ഇങ്ങനത്തെ വരാൻ നേരത്ത് മിക്കവാറും മാർക്കറ്റൊക്കെ ഒന്ന് കൺസോൾട്ടേറ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മേ ബി ഒരു ഇൻഫ്ലേഷൻ ഡാറ്റ, അതായത് RBI ഇൻട്രസ്റ്റ് റേറ്റാണ് നമുക്ക് 5th April വരാനുള്ളത്. അപ്പോൾ 5th April എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്കിലി എന്താ പറയുക, നമുക്ക് വീക്കിലിയിലുള്ള നമ്മുടെ എക്സ്പയറീസൊക്കെ കഴിയും. ആൻഡ് നെക്സ്റ്റ് എക്സ്പയറിയിലേക്കാണ് ഇത് അഫക്റ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് മീൻസ് കറണ്ട് എക്സ്പയറീസിൽ ഒന്ന് ട്രേഡ് ചെയ്യാനവരൊന്ന് ശ്രദ്ധിക്കുക. ബിക്കോസ് മാർക്കറ്റ് വേണമെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ പോയാൽ ആ ഒരു ലെവലിൽ തുടരാനുള്ള ചാൻസസൊക്കെ അധികം ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ അനാലിസിസിൽ പറയാനുള്ളത്. ആൻഡ് എപ്പോഴും പറയണ മാതിരി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ആൻഡ് എപ്പോഴും ക്യാപിറ്റൽ സേഫായിട്ടുള്ള ട്രേഡ്സിലും നോക്കുക. ചെറിയ റേഞ്ചൊക്കെയാണ് ഉള്ളെങ്കിൽ ഒരിക്കലും അന്ന് ട്രേഡ് ചെയ്യാണ്ട് ഓപ്ഷൻ ബയേഴ്സ് ഒന്ന് ട്രേഡ് ചെയ്യാണ്ടിരിക്കുക.
ആൻഡ് ഇനി കുറച്ച് ദിവസം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. വിക്സൊക്കെ ശരിക്കും ഫോളോ ആവുന്നുണ്ട്, ബട്ട് എന്നാലും കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് നമുക്ക് വരുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.